യുഗാന്തം എന്ന ശീർഷകത്തിലുള്ള ദാനിയേൽ പ്രവചന ഗ്രന്ഥ ഭാഗത്തിൽ ഇപ്രകാരം കർത്താവിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. യുഗാന്ത്യ നാളുകളിലെ ക്ലേശകരമായ സമയങ്ങളിൽ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭുവായി വിശുദ്ധ മിഖായേലിന് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തെപ്പറ്റിയാണ് BC 500-കളിൽ ദാനിയേൽ പ്രവാചകനിലൂടെ കർത്താവ് ദൈവജനത്തെ അറിയിച്ചത്. വീണ്ടും AD ആദ്യ നൂറ്റാണ്ടിൽ വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപ്പാടിൽ സർപ്പത്തെയും അവന്റെ ദൂതന്മാരെയും ഒരു ഘോരയുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്ന വിശുദ്ധ മിഖായേലിന്റെ നേതൃത്വത്തിലുള്ള ദൂതഗണത്തെപ്പറ്റിയും പ്രവചനം ഉണ്ട്. 1884 ഒക്ടോബർ 13 ദിവ്യബലിക്ക് ശേഷം ലയോ 13-ാമൻ പാപ്പയ്ക്കുണ്ടായ ഒരു ഭയാനക ദർശനം ഇതുവരെ പറഞ്ഞ പ്രവചന സന്ദേശങ്ങൾക്ക് നമ്മുടെ കാലങ്ങളിലുള്ള പ്രാധാന്യത്തെ അടിവരയിടുന്നതാണ്. ദർശനത്തിന്റെ ഭയാനകതയിൽ അദ്ദേഹം ഭയന്ന് വിളറി കാണപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. പിശാചുക്കളുടെ സൈന്യങ്ങൾ സഭയെ ആക്രമിച്ച് തകർക്കുമെന്ന് കർത്താവിനെ പിശാച് വെല്ലുവിളിക്കുന്ന സംഭാഷണത്തിന്റെ ഒരു ഭയാനകമായ ദർശനം താൻ കണ്ടതായി ലയോ 13-ാം പാപ്പ വെളിപ്പെടുത്തി. പിന്നീട് വിശുദ്ധ മിഖായേൽ സഭയെ പ്രതിരോധിക്കാൻ നിർണായകമായി ഇടപെടുന്നത് പാപ്പ കണ്ടു. പക്ഷേ അത് ഉടനടിയായിരുന്നില്ല. വിശ്വാസികൾ വിശുദ്ധ മിഖായേലിന്റെ മാധ്യസ്ഥ്യം തേടി തീക്ഷ്ണമായ പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചതിന് ശേഷം മാത്രമായിരുന്നു അത്. ഇതേ തുടർന്ന് ലയോ 13-ാം പാപ്പ രചിച്ച പ്രാർത്ഥനയായിരുന്നു മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ലയോ 13-ാം പാപ്പയുടെ ആഹ്വാനപ്രകാരം വർഷങ്ങളോളം സഭയിൽ ദിവ്യബലി അർപ്പണങ്ങൾക്ക് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. എന്നാൽ കാലക്രമേണ ഈ പാരമ്പര്യം സഭയിൽ അന്യം നിന്നുപോയി. എന്നാൽ 1994 ഏപ്രിൽ 24-ന് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ ഇതേപ്പറ്റി വീണ്ടും ഓർമ്മിപ്പിക്കുകയും ഈ പ്രാർത്ഥന ആരും മറക്കരുതെന്നും അന്ധകാര ശക്തികൾക്കെതിരെയും ഈ ലോകത്തിന്റെ ആത്മാവിനെതിരെയും പോരാടുന്നതിൽ സഹായം ലഭിക്കാൻ ഇത് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്നും ദൈവജനത്തോട് ആഹ്വാനം ചെയ്തു. ദാനിയേൽ പ്രവചനത്തിലെ ദർശനവും വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാടിലെ പ്രവചനവും ലയോ 13-ാം പാപ്പയ്ക്കുണ്ടായ ദർശന പ്രവചനവും ചേർത്ത് വായിച്ചാൽ പ്രവചിക്കപ്പെട്ട യുഗാന്ത്യ നാളുകളിലെ ക്ലേശപൂർണമായ സമയങ്ങളിൽ നാം എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന സൂചനകൾ വ്യക്തമാക്കുന്നു. ഈ സമയങ്ങളിൽ സഭയ്ക്ക് സംരക്ഷകനായും സാത്താന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുന്ന സ്വർഗ സൈന്യത്തെ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം നയിക്കുന്നവനായും കർത്താവ് നിയമിച്ചിരിക്കുന്ന വിശുദ്ധ മിഖായേലിന്റെ മാധ്യസ്ഥ്യം നമുക്ക് തേടാം. ലയോ 13-ാം പാപ്പയിലൂടെ നമുക്ക് നൽകപ്പെട്ട അതിശക്തമായ വിശുദ്ധ മിഖായേൽ ദൂതനോടുള്ള പ്രാർത്ഥന ചൊല്ലി തിന്മയുടെ ശക്തികൾക്കെതിരെ പ്രതിരോധ കവചമണിയാം. ഒപ്പം കർത്താവിന്റെ ദ്വിതീയ ആഗമനത്തിന്റെ സന്ദേശവാഹകനായ വിശുദ്ധ ഗബ്രിയേലിന്റെയും മഹായുദ്ധത്തിന്റെ നാളുകളിൽ ദൈവജനത്തെ പരിചരിക്കാൻ ഒപ്പമുള്ള സഹയാത്രികനായ സ്വർഗീയ വൈദ്യനായ വിശുദ്ധ റഫായലിന്റെ മാധ്യസ്ഥ്യവും തേടാം. മുഖ്യദൂതന്മാരുടെ സാന്നിധ്യവും ഇടപെടലും നമ്മുടെ സ്വർഗയാത്രയിൽ ഉറപ്പുള്ള സംരക്ഷണമാകട്ടെ.